ഒരു സർവത്തോട്ടങ്ങള് എന്ത് സർവത്ത് നിങ്ങൾക്ക് സർവത്ത് വന്നിട്ട് എന്ത് കാര്യമാണ്? എന്താ നിങ്ങൾ അന്ന് നമ്മളെ പറ്റിച്ചില്ലേ? ഞാൻ എന്നാ ഇത് അന്ന് നിങ്ങൾ വരാന്നിറങ്ങി നേരം വയ്ക്കി നമ്മൾ സ്വിപ്പാക്കി നോമ്പിന് ഞാൻ എൻ്റെ ലീവിന് കച്ചവടം സ്വിപ്പായി. എന്ത് പണി ഞങ്ങൾ ചെയ്ത്? അങ്ങനെ ഒരു പ്രശ്നം വന്നിക്ക്. നിങ്ങളാ നോമ്പിന് തലേന്നെല്ലാം കൊണ്ടുപോയിട്ട് വീഡിയോ എടുത്തിട്ട് എന്നിട്ട് കച്ചവടം ഒന്നും എനിക്ക് കിട്ടിയില്ല. ആൾക്കാരൊന്നും ആരും അറിയാതെ പോയി. വീഡിയോ കുറെ ആള് കാണുകയും ചെയ്തു. വീഡിയോ പക്ഷെ എന്നിട്ട് എല്ലാവരും നിങ്ങളാരും ചോദിച്ചിനോ? ആൾക്കാർ ചോദിച്ചു എന്താണ് നിങ്ങൾ വീഡിയോ തുറന്നില്ല, ആൾക്കാർ തെരഞ്ഞു വന്ന് വീഡിയോ തുറന്നില്ല എന്നൊക്കെ ഉള്ള കംപ്ലൈന്റ് ആയി ആൾക്കാരോടുള്ളൊക്കെ ചീത്ത അമ്മക്ക്. വന്ന് നോക്കുമ്പോ കടയില്ല ആള് ഇതായില്ലേ. തൽക്കാലം നിങ്ങളൊരു സർവത്തോട്ടെ ഇതായിരിക്കും എടുത്തിയാ അത് അതിപ്പോ എനക്ക് വേഗം എടുക്കുക. എന്നിട്ട് നമുക്ക് ഉഷാറിലങ്ങ് വീഡിയോ എടുക്കാം. അങ്ങനെ വിട്ടാ പറ്റൂലോ അല്ലേ? ഇതെന്താ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ആരും വന്നിക്കില്ല എന്ന് പറഞ്ഞാല് ഞാനങ്ങ് ബേജാറായി പോയി. എന്ത് നാലോന്ന് വിചാരിച്ചിട്ട്. നമുക്ക് ദേഷ്യമൊന്നും പിടിക്കില്ല. നമ്മള് വെള്ളത്തിന് കുടിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം നമുക്ക് ആദ്യം നിങ്ങൾ കുടിച്ചോ? അല്ല നിങ്ങൾ കുടിച്ചിട്ടേ നിങ്ങൾക്കാണല്ലോ ദാഹം. എനിക്കിവിടെ ദാഹമല്ലല്ലോ. ഞാൻ നരിക്കിന് വണ്ടി കൊടുത്തിട്ട് അങ്ങനെ നടന്നു വരുവായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിൽ ദാഹം നിങ്ങൾക്കാണല്ലോ. പക്ഷെ ഇപ്രശ്നമൊന്നും ഞാൻ അറിയാലേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ കച്ചവടം പൊടി പൊടിക്കുന്നതല്ലേ. കച്ചവടം പൊടി പൊടിക്കാൻ ആള് ക്യൂ ആയിരിക്കും എന്നെല്ലാം വിചാരിച്ചു ഞാൻ വന്നേ. അപ്പൊ ആളുകൾ കണ്ടില്ല. ഇപ്പൊ ആൾക്കാർ അറിഞ്ഞ ആൾക്കാരൊക്കെ ചോദിക്കും നിങ്ങൾ വണ്ടി എടുത്ത് അല്ല വീഡിയോ ഇട്ട് പിറ്റേന്ന് തന്നെ നിങ്ങൾ ലീവാക്കി മാറ്റി കുത്തിയിരുന്നു. ഇതെന്ത് പണി ഞങ്ങൾ ചെയ്ത്? ആൾക്കാർ ഒരാൾക്ക് സാധനം കൊടുക്കണ്ടേ എന്ന് കംപ്ലൈന്റ് ആയി. ആൾക്കാരുള്ള പഴയ മുഴുവൻ ഞമ്മക്ക് അത് പിന്നെ നോമ്പിന്റെ തലേന്നായി പോയില്ലേ ഇട്ടത്? അതെ നോമ്പിന് ഞാൻ ലീവ് പറ്റി. ലീവിൽ വർക്ക് ചെയ്യാൻ പ്രശ്നമല്ലായിരുന്നു. വർക്ക് ചെയ്യില്ല. ലീവ് നോമ്പിനെ കൊണ്ടാവൂല. നമ്മൾ വയസ്സും പ്രായമൊക്കെ ആയില്ല. ചെറുപ്പക്കാർക്കെല്ലാം നിങ്ങളിപ്പോ 17 ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. 17 ആവശ്യം നടക്കൂല. അതാ 16 എന്നൊക്കെ എനിക്ക് പറയാം. ഞാൻ തന്നെ പറയും 16 എന്നാ പറയുന്നത്. ഞാൻ പെണ്ണുങ്ങളോട് ദേഷ്യം 16 വയസ്സായിട്ടുള്ളൂ, ഞാൻ നാളെ കല്യാണം കഴിക്കാൻ പോകുക എന്നൊക്കെ പൊരെന്ന് പറയുന്ന വാക്കാ. ആരോഗ്യം കമ്മിയാ. ഇവനിതാ വെറുതെ വന്നിക്ക്. ജോലി എടുക്കട്ടെ. ഇവനെന്താ വാങ്ങലുണ്ട് അവിടുന്ന്? ഇവൻ നല്ല മോനാ. എല്ലാ പള്ളിയിലുണ്ടാവും അല്ലേ? തെറാവിയല്ല എല്ലാത്തിനും പള്ളിയിലുണ്ട്. പേരുന്നതിനോ? അബ്ദുൽ ബാസിത്ത്. നല്ല മോനാട്ടാ. ഇങ്ങനത്തെല്ലാം പഠിക്കുന്നേ? ഏയില്ല. വയ്ക്കാ. നല്ല സർവത്ത് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ സർവത്ത് കുടിച്ചിട്ട് ബാക്കി പറയാം. നിങ്ങൾക്ക് ഇനി സമാധാനം കിട്ടിച്ചിട്ടാ ബാക്കി പരിപാടിയുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, ഇക്കാന്റെ നല്ല ഓറഞ്ച് സർവത്ത് സൂപ്പർ ആട്ടാ. അടിപൊളിയായിക്ക്. മസാല സർവത്ത്, പിന്നെ മസാല സോഡ, പിന്നെ വെള്ളം, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസ് ഉണ്ട്. എല്ലാം വെറൈറ്റി ആണ് അല്ലേ? വെറൈറ്റി. അപ്പൊ ഈ ചൂട് കാലത്ത് നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവില്ല. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഇക്കാന്റെ അടുത്ത് വരുക. ഇക്കാന്റെ പിന്നെ വീഡിയോ ഇട്ടിട്ട് ഇക്കാക്ക് ഒരു ഉപകാരം ഇല്ലാത്തൊരവസ്ഥയായി പോരുത്. അന്ന് നമ്മൾ നോമ്പിന്റെ തലേന്ന് അതെന്റെ തെറ്റാണ്. ഞാന് ഒരു മാസം അങ്ങ് ലീവായി പോയി. 100% എന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അപ്പൊ നമ്മളിപ്പോ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ എടുത്തത്. എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. തീർച്ചയായിട്ടും അതിന്റെ ആ ഒരു പ്രായച്ചിത്തങ്ങളിൽ ആൾക്കാർ ഇവിടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. മറ്റേ വീഡിയോ എല്ലാവരും കണ്ടീനു. അപ്പൊ പക്ഷെ ഉപകാരമില്ല. ഇവനെന്നാ പച്ചവെള്ളം കുടിക്കാൻ വന്നയാ? SP വെള്ളോ? ആന്ത് വെള്ള? SP വെള്ളോ? അതിനെ പറ്റി ഒരു റിവ്യൂ പറ. എന്തൊക്കെ? അതാ SP വെള്ളം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അപ്പോൾ അത് ഒരു വെറൈറ്റി ആണല്ലോ SP വെള്ളം അല്ലേ? അത് നിങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചാ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം. നമ്മളെ പുല്ലാളൂരും മച്ചക്കുളമുള്ള ആൾക്കാരൊക്കെ കഴിഞ്ഞ വീഡിയോ എൻ്റെ നാട്ടുകാരെന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്തിരുന്നു. നിങ്ങളൊക്കെ ഇതും ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇക്കാക്ക് നല്ലൊരു കച്ചവടം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ റോഡ് സൈഡിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ വെള്ളത്തിന് ദഹിക്കാൻ ഒരു 10 കടയിലെങ്കിലും നമ്മൾ നിർത്തും.
അല്ലേ? അപ്പോൾ അതിലൊരു കടഞ്ഞു പോവാ. ഓക്കെ, എന്താ പറഞ്ഞോ. തന്റെ പേരെന്താ? ഹായ് പൊന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബറാണ്, അയൽവാസികളാണ്. ഇപ്പോൾ ഇതേപോലെ വീടൊക്കെ അവിടെയാണ്. ഓക്കെ, വേറെന്താ പറയാനുണ്ടോ? ഓക്കേടാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിക്ക്, പക്ഷെ മറന്നു വയ്ക്കണ്ടാവും എല്ലാവരോടും. എന്തല്ല ഇവിടുത്തെ ഐറ്റംസ് നിങ്ങളൊന്നും? ഐശ്വര്യ കാര്യമായിട്ട് പിന്നെ വെള്ളങ്ങളാണ്, പിന്നെ ഉപ്പിലിട്ടതാണ്. വെള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് സർവത്ത് നമ്മളെ സ്പെഷ്യലിസ്റ്റാണ്. അതുപോലെ മസാല സർവത്തിൻ്റെ സ്പെഷ്യലാണ്. അതൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതപ്പം തന്നെ ചെറിയ കുടിച്ചു പോയത് കണ്ടില്ലേ, മസാല വാട്ടർ. അതൊക്കെ തന്നെ എൻ്റെ അടുത്തുള്ള പ്രത്യേകത. അതിൽ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയും നെല്ലിക്ക് ഇപ്പോഴുള്ളൂ, സീസൺ സമയത്ത് എല്ലാ സാധനവും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, ഉപ്പിലിട്ടെന്നെല്ലാം വരുമ്പോൾ എല്ലാവരും പേടിക്കൊന്നും വേണ്ട. നല്ല ഇതിലൊരു മായമില്ല, അതാണ് പ്രത്യേകത. നമ്മൾ നല്ല ഉപ്പിലിട്ട് എല്ലാവർക്കും ഒരു പേടിയാ, ബാറ്ററി വെള്ളം ചേർക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനത്തെ യാതൊരു കൃത്രിമവും നേർക്ക് നേരെ. അത് തന്നെ 100% കച്ചവടം മതി. അത് മതി. 100% വിശ്വസിച്ച് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ കുടിച്ചത് മാത്രമേ ഒരാൾക്ക് കുടിക്കാൻ ഞാൻ കൊടുക്കുള്ളൂ. എൻ്റെ പ്രത്യേകത അതാണ്. തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പൊ മോരിന് വേണ്ടിയിട്ട് ആള് പാഞ്ഞെടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ആ കച്ചവടം ഒഴിവാക്കിയതാണ്. കാരണം ഈ മോര് നല്ലതാണ് വേനൽക്കാലത്ത് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ അത് കൊടുക്കാത്തതിന്റെ കാരണം എന്താ, ഇവിടെ നാടൻ മോര് എവിടെയും കിട്ടൂല. ഇപ്പൊ പശുവിനെ പറ്റുന്ന ഒരു കുറവാണ്. പിന്നെ നമ്മൾ പാല് സൊസൈറ്റിയിൽ പോയി വാങ്ങിയിട്ട് നമ്മളെ പോയി പിന്നെ മോരാക്കി കളിക്കണം. അതിന് നമുക്ക് സമയം കിട്ടൂല. ഞാൻ പൊലിച്ചൊക്കെ ഐസിന് പോയാൽ പിന്നെ പാല് ആയിക്കോട്ട് വരാൻ ആളുണ്ടാവില്ല. നാടൻ മോരല്ലാത്തതിലെല്ലാം ചെറിയ മായങ്ങളല്ല. അത് എന്നപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ തൈര കിട്ടാനുള്ളത്, അതിന് പുളി ഉണ്ടാവില്ല, എരിവ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ടാകുന്നത് വാങ്ങിക്കൊണ്ടുവരാനുള്ളത് പാട്ടത്തൈര, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അത് വാങ്ങിക്കൊണ്ടുപോയി എപ്പോഴും ഇങ്ങനെ അരിക്കുന്നത് കാണാം. അത് ഞാൻ കൊണ്ടുപോയിട്ട് ജ്യൂസ് അടിച്ചിട്ട് ആൾക്കാർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് കുടിക്കാൻ പറ്റുമല്ലോ. ഞാൻ കുടിക്കാത്ത സാധനം എനിക്കിപ്പോൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് കൊണ്ടുവയ്ക്കുന്നില്ല. ഞാൻ ആൾക്കാരോട് പറയലുണ്ട്, എനിക്ക് നിങ്ങളുടെ അടുത്ത് അതിന് പറ്റിയ സാധനമാണ് ഇവിടെ ഞാൻ കൊണ്ടുവച്ച് മസാല സോഡ, മസാല വാട്ടർ. ഇത് ഈ സുർക്കൻ്റെ വെള്ളവും വേറൊന്നുമില്ല. മാങ്ങ ഉപ്പ് നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട നീരാണ്. അതിലും യാതൊരു മായവും ഇല്ല. ഞാൻ അത്രയും വൃത്തിയായിട്ട് കൈയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ആ വെള്ളം ഞാനും ദാഹിക്കുന്ന സമയത്ത് കുടിക്കും. കാരണം ദാഹത്തിന് നല്ല ശമനം കിട്ടും. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാതെ വേറെ എൻ്റെ അടുത്ത് കൃത്യമായിട്ടൊന്നുമില്ല. ഒക്കെ നേർക്ക് നേരെ. ഐസ് വരെ കംപ്ലീറ്റ് എനിക്ക് വിശ്വാസമുള്ളിടത്തും പോയി ഞാൻ തന്നെ പോയി എടുത്തുകൊണ്ട് വരിക. അല്ലാതെ വണ്ടിക്കാരൊന്നും ഏൽപ്പിക്കുന്നില്ല. വണ്ടിക്കാരെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഐസ് ഏതാ കിട്ടുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ വണ്ടി പിന്നെ നേരെ അവിടെ കമ്പനിയിൽ പോയിട്ട് നമ്മൾ തന്നെ ഐസ് വാങ്ങുമ്പോൾ നമ്മൾ വിശ്വസിച്ച് വാങ്ങാം. അങ്ങനെയൊക്കെയാണ് എൻ്റെ സ്ഥിതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാ കാര്യം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇക്കാൻ്റെ പിന്നെ എന്താ പറയുക, നേച്ചുറലായിട്ട് അങ്ങനെ മായങ്ങളും കാര്യമൊന്നും ചേർക്കാണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ ഒന്ന് കാര്യം അയക്കാം. വേറെ പറയണ്ട, നാട്ടുകാരോട് ഗൾഫിൽ നിന്ന് കാണുന്നവരുണ്ടാവും. കഴിക്കുന്ന പറ്റിയേ ചെറിയൊരു പിന്നെ വണ്ടിമേൽ ഇങ്ങനെ വരുമ്പോ സാധനമായിട്ട് വരുമ്പോ ബസാറിലെത്തിയപ്പോ ഒരു സൈഡിൽ കൂടെ നടന്നു പോണ പെണ്ണുങ്ങൾ എൻ്റെ പിന്നെ ഹാൻഡിലിന്റെ നേരെ എത്തിയപ്പോ ഒറ്റ തിരിഞ്ഞ് എൻ്റെ വണ്ടിനൊക്കെ കുത്തിപ്പോയി. ഞാൻ വീടും പോയി. അതിനൊന്നും പറ്റി, അതിനല്ല പറ്റി, എനിക്കാ പറ്റിയത്. അതിന്റെ കൈ എന്താ സാറില്ല, വേദന ഉണ്ടോ? അവർക്ക് കൊടുത്തോ, കച്ചവടം നടക്കട്ടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇക്കാക്ക് നല്ലൊരു കച്ചവടം കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് കച്ചവടം കിട്ടി നിൽക്കാൻ്റെ ഒരു സന്തോഷമായിട്ടുള്ളൊരു വാക്ക്, അതാണ് നമുക്ക് വേണ്ടിയത്. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.